ആധുനിക യുദ്ധക്കളത്തിൽ ഇനി ശത്രുക്കൾക്ക് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടമുണ്ടാകില്ല. അതിർത്തി കടന്ന് ആര് വന്നാലും എവിടെ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ചില്ലാതാക്കാൻ കരുത്തുള്ള കില്ലർ റോബോട്ടുകൾ ഭാരതത്തിന്റെ ആവനാഴിയിലേക്ക് എത്തുകയാണ്. പ്രതിരോധ രംഗത്ത് ലോകരാജ്യങ്ങളെ വിസ്മയിപ്പിക്കുന്ന വൻ കുതിച്ചുചാട്ടത്തിനാണ് മോദി സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഔദ്യോഗിക നടപടികൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ സ്വയം നിയന്ത്രിത ആയുധ സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത്. ലീതൽ ഓട്ടോണോമസ് വെപ്പൺ സിസ്റ്റം എന്നാണ് ഇവയുടെ ഔദ്യോഗിക നാമം. 2026 മാർച്ച് 30 ലോക്സഭയിൽ സമർപ്പിച്ച നിർണായക റിപ്പോർട്ടിലൂടെയാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന സൈനിക നീക്കത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. കേവലം റോബോട്ടുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പദ്ധതി. യുദ്ധത്തിന്റെ എല്ലാ മേഖലകളിലും AI വിപ്ലവം കൊണ്ടുവരാനാണ് ലക്ഷ്യം. കടലിനടിയിൽ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് തകർക്കുന്ന ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഫേസ് റെക്കഗ്നിഷൻ അണ്ടർ ഡിസ്ഗൈസ്. അതായത് വേഷം മാറി വന്നാൽ പോലും ശത്രുക്കളെ മുഖം നോക്കി തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും. സൈബർ സുരക്ഷയിലും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളിലും AIയുടെ കരുത്ത് ഇന്ത്യ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇന്ത്യക്ക് ഇത്രയേറെ നിർണായകമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ സൈനിക പ്രഹരശേഷി ഇരട്ടിയാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സൈനികരുടെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നതാണ്. അപകടകരമായിട്ടുള്ള പോരാട്ട മേഖലകളിൽ നേരിട്ട് സൈനികരെ നിയോഗിക്കുന്നതിന് പകരം ഈ റോബോട്ടിക് സംവിധാനങ്ങളെ ഉപയോഗിക്കാം. എങ്കിലും ഇന്ത്യ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒരു യന്ത്രം സ്വയം തീരുമാനമെടുത്ത് ആളുകളെ കൊല്ലുന്ന രീതി പൂർണ്ണമായും അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ AI നിർദ്ദേശങ്ങൾ നൽകുമെങ്കിലും അന്തിമ തീരുമാനം ഒരു മനുഷ്യൻ തന്നെ ഏറ്റെടുക്കുന്ന സെമി ഓട്ടോമാറ്റിക് അഥവാ ഹ്യൂമൻ ഇൻ ദി ലൂപ്പ് രീതിയാണ് പ്രതിരോധ മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ആയുധങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന ചർച്ചകൾ നടക്കുമ്പോഴും ഇന്ത്യ അതിനെ ശക്തമായി എതിർക്കുകയാണ്. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റത്തെ ഇത്തരം നിരോധനങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇന്ത്യയുടെ നയം. എന്നാൽ നിയമപരമായ മേൽനോട്ടവും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാകും ഇന്ത്യ ഈ രംഗത്ത് മുന്നേറുക. ഭാവിയിലെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല, ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങൾ കൊണ്ടുകൂടിയാണ് ജയിക്കേണ്ടതെന്ന് ഭാരതം തിരിച്ചറിയുന്നു. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആവിഷ്കാരമാണ് ഈ പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണത്. ശത്രുക്കൾക്ക് ഇനി ഭയക്കാം. കാരണം ഇന്ത്യയുടെ കാവൽക്കാർ ഇനി വെറും മനുഷ്യരല്ല, ചിന്തിക്കാൻ ശേഷിയുള്ള അത്യാധുനിക യന്ത്രങ്ങൾ കൂടിയാണ്. പ്രതിരോധ രംഗത്ത് ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് മാത്രമല്ല, ലോകത്തെ നയിക്കുന്ന ശക്തിയായും മാറുകയാണ്.